ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗുരുതര പരാമർശങ്ങളുമായി നവീൻ ബാബുവിന്റെ ബന്ധുവും അഭിഭാഷകനുമായ അനിൽ പി നായർ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് രേഖപ്പെടുത്തിയിരുന്നു. രക്തക്കറയുള്ളത് പോലീസ് സർജൻ മറച്ചുവെച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തട്ടിക്കൂട്ടിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യ എന്നതിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന ഒന്നായിരുന്നെന്നും അഡ്വക്കേറ്റ് അനിൽ പി നായർ ജനം ഡിബേറ്റിൽ പ്രതികരിച്ചു. വളരെ റിലവൻ്റായ ഒരു പോയിന്റിലേക്കാണ്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു. ആ ഒരു ഭാഗം ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? ഇന്റേണലോ എക്സ്റ്റേണലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് ഊസ് ചെയ്യപ്പെടുകയോ ബ്ലഡ് മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമോ? ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ എന്നത്തേക്കുമായി അവസാനിപ്പിച്ചു. വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണത്. അതായത് വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളി ഒപ്പമുണ്ട്. മിഥുൻ, ഈ നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തട്ടിക്കൂട്ടിയതാണ് എന്നാണ്. അപ്പോൾ കാര്യമായി പരിഗണിക്കേണ്ട ഒരു വെളിപ്പെടുത്തലായി ഇത് മാറുന്നു അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ജനൻ TV നടത്തിയ ഡിബേറ്റിലാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരിമറി നടന്നിട്ടുണ്ടോ എന്നതായിരുന്നു ചർച്ചാ വിഷയം. ഈ ഒരു ചർച്ചയിലാണ് നവീൻ ബാബുവിന്റെ ബന്ധുവും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് അനിൽ പി നായർ പങ്കെടുത്തുകൊണ്ട് ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പോസ്റ്റ്മോർട്ടം ഗൈഡ് ലൈൻ വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഈ കാര്യങ്ങൾ പരാമർശിച്ചത്. പോസ്റ്റ്മോർട്ടം ഗൈഡ് ലൈനിൽ പ്രധാനമായും ഈ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാന ചില വസ്തുതകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഈ മരണം എപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള സമയം രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. പക്ഷേ ഏകദേശ സമയം രേഖപ്പെടുത്തണം എന്നുള്ള ആ ഗൈഡ് ലൈനിലെ നിർദ്ദേശം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ സമയത്ത് മൃതദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ട് തന്നെ അത് പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുമ്പോൾ ശേഖരിക്കേണ്ടതുണ്ട്. അത് ചേർത്ത് വെച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം തയ്യാറാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ ആ മരണസമയത്ത് മൃതദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒന്നും തന്നെ പരിശോധിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ചേർത്ത് വെച്ചുകൊണ്ട് വേണം പോസ്റ്റ്മോർട്ടം തയ്യാറാക്കാൻ എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും മരണശേഷം ഈ ബാഹ്യമായിട്ടുള്ള ശരീരം പരിശോധിച്ചുകൊണ്ട് പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെ പറ്റി എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പരാമർശിച്ചു വെക്കുന്നു. ഇനിയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത്. മരണസമയത്ത് മരിച്ചതിന് ശേഷം ഈ ഇൻക്വസ്റ്റ് നടപടി നടക്കുന്ന സമയത്ത് പോലീസ് കൃത്യമായിട്ട് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരുന്നു, നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിരുന്നു എന്നുള്ള കാര്യം. അത് വ്യക്തമായി തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചതാണ്, പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ കാര്യങ്ങളെ പറ്റിയുള്ള പരിശോധനകൾ, റിപ്പോർട്ടുകൾ, പരാമർശങ്ങൾ ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ജനൻ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. പ്രധാന ഗൗരവം ഏറെയുള്ള ഒരു വിഷയമാണ്. ചർച്ച ഏറെ ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ തുടരന്വേഷണത്തിനൊക്കെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഇൻക്വസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇൻക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് റിപ്പോർട്ട് തേടേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുണ്ട്. പക്ഷേ അത് ചെയ്തിട്ടില്ല. മൃതദേഹം ധരിച്ചിരുന്ന വസ്ത്രം ആവശ്യപ്പെടേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ. അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഉണ്ടായില്ല. ഏറ്റവും നിർണായകമായിട്ട് ഈ അടിവസ്ത്രത്തിൽ, നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടു എന്നത് സംബന്ധിച്ചിട്ടുള്ള യാതൊരുവിധ സൂചനകളും മറ്റ് പരാമർശങ്ങളും കണ്ടെത്തലുകളും ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. യാതൊരുവിധ പരിക്കുകളും
ആന്തരികമോ ബാഹ്യമായിട്ടുള്ള പരിക്കുകൾ ഒന്നും തന്നെ നവീൻ ബാബുവിന്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ള കണ്ടെത്തലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് ഒരു ആത്മഹത്യയാണ് എന്നുള്ള സൂചന നൽകുന്ന തരത്തിലുള്ളതായിരുന്നു, ഉറപ്പുവരുത്തുന്ന തരത്തിൽ തന്നെയുള്ളതായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൂങ്ങിമരണമാണെന്ന് അതിൽ കൃത്യമായി തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സർക്കാരും CPM-ഉം ഒരേ സ്വരത്തിൽ പറയുന്നു CBI വരേണ്ടെന്ന്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ട് എന്നതിന് തെളിവുണ്ടായിരുന്നു. അക്കാര്യം പോലീസ് സർജൻ മറച്ചുവെക്കുന്നു. ഇതിപ്പോൾ ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം തുടരുന്നതിൻ്റെ ഭാഗമാണെന്ന സംശയമാണ് അഡ്വക്കേറ്റ് പങ്കുവയ്ക്കുന്നതും. ഇതിപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത് കൊലപാതകമാണെന്ന സംശയം പോലും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതൊക്കെ ബലപ്പെടുത്തുന്നതല്ലേ ഇത്തരം സംഭവങ്ങൾ? കൃഷ്ണരാജ്, കുടുംബത്തിന്റെ ആശങ്ക, കുടുംബത്തിന്റെ ഭയം അത് ബലപ്പെടുത്തുന്നത് തന്നെയാണ് നവീൻ ബാബുവിന്റെ ബന്ധു പറഞ്ഞിരിക്കുന്ന ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ എന്നു തന്നെയാണ്. ആന്തരികമോ ബാഹ്യവുമായിട്ടുള്ള മുറിവ് സംഭവിക്കാതെ എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് രക്തം പുറത്തു വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എവിടെയും പരിക്കുകളില്ല, മുറിവുകളില്ല, അസ്ഥികൾക്കൊന്നും തന്നെ ക്ഷതമോ മുറിവുകളോ സംഭവിച്ചിട്ടില്ല, തലയോട്ടി ഉൾപ്പെടെയുള്ള മറ്റ് ശരീരഭാഗങ്ങൾക്കൊന്നും തന്നെ മുറിവ് ഇല്ല, പരിക്കുകൾ ഇല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് പരിക്കുകൾ ഒന്നും കൂടാതെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക്, ആന്തരികമോ ബാഹ്യമോ ആയ പരിക്കുകൾ ഇല്ലാതെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നവീൻ ബാബുവിന്റെ ബന്ധു ഉന്നയിക്കുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ രക്തക്കറ കണ്ടുവെങ്കിൽ, അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടുവെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന, വിശദമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടാകണം. പിന്നീട് ആന്തരികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾ സംശയം തോന്നുന്ന തരത്തിൽ എവിടെയെങ്കിലും മുറിവ് സംബന്ധിച്ചിട്ടുണ്ടോ എന്നത് പിന്നീട് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കണം. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആന്തരിക അവയവങ്ങൾ ശേഖരിക്കുകയോ പിന്നീട് പരിശോധനയ്ക്ക് അയക്കുന്നോ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതോടുകൂടി തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്ന് കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ശരീരത്തിൽ മുറിവുകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിന് അവസാനം ഉണ്ടാക്കുന്നതിനുള്ള കൃത്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടുള്ള ഒരു ശ്രമമാണ്, കൃത്യമായ ഒരു തിരിമറിയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് നവീൻ ബാബുവിന്റെ ബന്ധു ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു, പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തരുത്, അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം തിരിമറി നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. അത് പരിഗണിച്ചില്ല, അത് അപ്പാടെ താടിക്കളയുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിനു മുൻപ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ കുടുംബത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതും ഉണ്ടായില്ല. നവീൻ ബാബുവിന്റെ കുടുംബം എത്തുന്നതിന് മുൻപ് തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. ഇൻക്വസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തെ അറിയിച്ചത്. നിയമപരമായി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുമ്പോൾ ഏതെങ്കിലും കുടുംബാംഗം അവിടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഉള്ളതാണ്. പക്ഷേ അതുപോലും നടപ്പിൽ വരുത്തിയില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ സാന്നിധ്യം കൂടാതെയായിരുന്നു ഇൻക്വസ്റ്റ് നടത്തിയത് എന്നുള്ള പരാതിയും നേരത്തെ മുതൽ തന്നെ കുടുംബം ആരോപണം ഉന്നയിച്ചതാണ്, പരാതിയെ അറിയിച്ചതാണ്. ഈ പരാതികളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് തുടർന്നുള്ള അന്വേഷണം എത്ര കാര്യക്ഷമമായി നടപ്പാക്കും എന്നുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കുടുംബത്തിന് സംശയം തോന്നുകയും സർക്കാരിലും പോലീസിലും വിശ്വാസം നഷ്ടപ്പെട്ട് പിന്നീട് CBI-യുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തത്. കുടുംബത്തിന്റെ സംശയം, കുടുംബത്തിന്റെ ആശങ്ക, ഭയമൊക്കെ കൃത്യമാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ടും പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടും തുടങ്ങിയ ഗൂഢാലോചനകൾ, അട്ടിമറികൾ, തിരിമറികൾ പിന്നീട് പലപ്പോഴും തുടർന്നു പോകുന്ന സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃഷ്ണരാജ്, അതായത് അടിമുടി ദുരൂഹതയാണ്, സംശയമൊന്നുമില്ല. നവീൻ ബാബുവിൻ്റെ കുടുംബം തുടക്കം മുതലേ അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് CBI വരണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ CPM-ഉം സംസ്ഥാന സർക്കാരും എന്തിന് CBI, പോലീസ് അന്വേഷണം നേരായ നിലയ്ക്കല്ലേ പോകുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നു. പക്ഷേ ഓരോ നിമിഷവും, അതായത് ഗുരുതര പരാമർശവുമായാണ് ഒരു ബന്ധു, അതായത് അഭിഭാഷകൻ കൂടിയായ അനിൽ P. നായർ വരുന്നത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ നേരിട്ട് പരിചയമുള്ള ആളാവാം, കാരണം അനുഭവ സമ്പത്തുള്ള ഒരാളാവാം. അദ്ദേഹം പറയുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു, അതെങ്ങനെ സംഭവിച്ചു, അത് പോലീസ് സർജൻ മറച്ചു വയ്ക്കുകയാണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു പ്രശ്നവുമില്ലെന്ന് പറയുമ്പോൾ അത് തട്ടിക്കൂട്ടിയതാണ് എന്ന കടുത്ത ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഈ റിപ്പോർട്ടുകളൊക്കെയും ഈ മറച്ചുപിടിക്കലുകളൊക്കെയും
ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം ഇന്നലെ അഡ്വക്കേറ്റ് അനിൽ പി നായർ ജനം ഡിബേറ്റിൽ പറഞ്ഞത്. വളരെ ഗൗരവകരമായൊരു വെളിപ്പെടുത്തലാണ്. അതിലേക്ക് കൂടി അന്വേഷണം വഴിനീളേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.